നമസ്കാരം. ഈ അടുത്ത കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ആർട്ടിക്കിൾ 370. എന്താണ് ആർട്ടിക്കിൾ 370? കാശ്മീരിന് മറ്റു സംസ്ഥാനങ്ങൾക്കോ ഭാരതത്തിലെ ഏതെങ്കിലും പ്രദേശങ്ങൾക്കോ ഇല്ലാത്ത ചില പ്രത്യേക പരിഗണനകൾ നൽകുവാൻ ഭരണഘടനയ്ക്കുള്ളിൽ തന്നെ വിഭാവനം ചെയ്തിരുന്ന ഒരു അനുച്ഛേദമായിരുന്നു ആർട്ടിക്കിൾ 370. ആർട്ടിക്കിൾ 370 ഇപ്പോൾ നിലവിലില്ല. 2019 ഭരണഘടനാ ഭേദഗതിയിലൂടെ നരേന്ദ്രമോദി സർക്കാർ കാശ്മീരിന് കൊടുത്തിരുന്ന പ്രത്യേക പദവികൾ എടുത്തു കളഞ്ഞു. ആർട്ടിക്കിൾ 370 അനുസരിച്ച് കാശ്മീർ ഭാരതത്തിന്റെ ഭരണഘടനയുടെ കീഴിലായിരുന്നില്ല. കാശ്മീരിന് പ്രത്യേകമായൊരു ഭരണഘടന ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ പാർലമെന്റ് കാലാകാലങ്ങളിൽ പാസാക്കിയിരുന്ന പുരോഗമനപരമായ ഒരു നിയമവും കാശ്മീരിന് ബാധകമായിരുന്നില്ല. മറ്റൊരു സംസ്ഥാനങ്ങൾക്കും ഇല്ലാതിരുന്ന, എന്നാൽ കാശ്മീരിന് മാത്രം കൊടുത്തിരുന്ന ഈ പ്രത്യേക പദവിയാണ് കാശ്മീരിൽ പ്രാദേശികവാദത്തെയും വിഘടനവാദത്തെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത്. കാശ്മീരിന് പുറത്തുള്ള ഒരു വ്യക്തിക്കും കാശ്മീരിൽ സ്ഥിരതാമസമാക്കുവാനോ അവിടെ വസ്തുവകകൾ വാങ്ങുവാനോ സാധിക്കുമായിരുന്നില്ല. ഇത് തികച്ചും മൗലിക അവകാശങ്ങളുടെ ലംഘനമായിരുന്നു. കാശ്മീരികൾക്ക് മാത്രമേ കാശ്മീരിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. അതായത് രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്നും വയനാട്ടിൽ വന്ന് മത്സരിച്ചതുപോലെ കാശ്മീരിൽ ചെന്ന് മത്സരിക്കുവാൻ സാധിക്കുമായിരുന്നില്ല എന്നർത്ഥം. കാശ്മീരിന് പുറത്തു നിന്നുള്ള ഒരാൾക്കും കാശ്മീരിൽ ജോലി ലഭിക്കുമായിരുന്നില്ല. കാശ്മീരി സ്ത്രീകൾ കാശ്മീരിന് പുറത്തു നിന്നും വിവാഹം കഴിച്ചാൽ അവൾക്ക് കാശ്മീരിലുള്ള പ്രോപ്പർട്ടി റൈറ്റ്സ് നഷ്ടമാകുമായിരുന്നു. മാത്രമല്ല, അപ്രകാരം വിവാഹം ചെയ്ത സ്ത്രീകൾക്ക് പിന്നീട് കാശ്മീരിൽ ജോലി ലഭിക്കില്ല. കൂടാതെ സംസ്ഥാനത്തിന്റെ യാതൊരു സാമ്പത്തിക സഹായവും അവർക്ക് ലഭിക്കുകയില്ല. കൂടാതെ വിഭജന സമയത്ത് കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും ധാരാളം ഹിന്ദു അഭയാർത്ഥികൾ കാശ്മീരിലേക്ക് കുടിയേറിയിരുന്നു. അവർക്കോ അവരുടെ സന്തതി പരമ്പരകൾക്കോ കാശ്മീരിൽ പൗരത്വത്തിന് അവകാശം ഉണ്ടായിരുന്നില്ല. കാശ്മീരിന് പുറത്തു നിന്നുള്ള ഒരാൾക്കും കാശ്മീരിൽ നിക്ഷേപം നടത്തുവാൻ സാധിക്കുമായിരുന്നില്ല. എല്ലാ അർത്ഥത്തിലും കാശ്മീരിനെ ഭാരതവുമായി സമ്പൂർണമായും സംയോജിപ്പിക്കുന്നതിന് തടയിട്ട ഒരു ഭരണഘടനാ അനുച്ഛേദമായിരുന്നു 370. CAG, ED, CBI ഇതുപോലെയുള്ള ഭരണ സംവിധാനങ്ങൾ കാശ്മീരിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കാശ്മീരിലെ ഭരണ നേതൃത്വം പൂർണ്ണമായും സമ്പൂർണമായും കറപ്റ്റായിരുന്നു, അഴിമതിക്കാരായിരുന്നു. ആർട്ടിക്കിൾ 370 ഉപജ്ഞാതാക്കൾ അന്നത്തെ കാശ്മീരിലെ ഇടക്കാല മന്ത്രിസഭയുടെ തലവനായിരുന്ന ഷെയ്ഖ് അബ്ദുള്ളയും ജവഹർലാൽ നെഹ്റുവുമാണ്. ഈ ഷെയ്ഖ് അബ്ദുള്ള ആരാണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും. ഇപ്പോഴത്തെ നാഷണൽ കോൺഫറൻസ് നേതാവ് ഫാറൂഖ് അബ്ദുള്ളയുടെ പിതാവാണ് ഷെയ്ഖ് അബ്ദുള്ള. നെഹ്റുവിന്റെ ഇടക്കാല മന്ത്രിസഭയിൽ പ്രത്യേകിച്ച് യാതൊരു വകുപ്പും ഇല്ലാതിരുന്ന ഒരു മന്ത്രിയായിരുന്നു ഗോപാലസ്വാമി അയ്യങ്കാർ. ഈ ഗോപാലസ്വാമി അയ്യങ്കാർക്കുണ്ടായിരുന്ന ഒരേ ഒരു ചുമതല കാശ്മീർ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതായിരുന്നു. ഈ നെഹ്റുവും ഷെയ്ഖ് അബ്ദുള്ളയും കൂടി ചേർന്നാണ് ആർട്ടിക്കിൾ 370 ഡ്രാഫ്റ്റ് എഴുതി ഉണ്ടാക്കുന്നത്. അത് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് മുന്നിൽ നെഹ്റുവിന് വേണ്ടി അവതരിപ്പിച്ചത് ഈ ഗോപാലസ്വാമി അയ്യങ്കാർ ആയിരുന്നു. കാരണം അന്ന് നെഹ്റു യൂറോപ്യൻ പര്യടനത്തിലായിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ മുന്നിൽ ആർട്ടിക്കിൾ 370 അവതരിപ്പിച്ച ഗോപാലസ്വാമിയെ അംബേദ്കറും പട്ടേലും ഉൾപ്പെടെ സകലമാന മനുഷ്യരും ചേർന്ന് വലിച്ചു കീറി. ഈ വിവരം അറിഞ്ഞ നെഹ്റു താൻ വിഭാവനം ചെയ്ത ആർട്ടിക്കിൾ 370 എന്താണെന്ന് അംബേദ്കറെ പഠിപ്പിക്കുവാൻ വേണ്ടി ഷെയ്ഖ് അബ്ദുള്ളയെ പറഞ്ഞ് അംബേദ്കറിന്റെ അടുത്തോട്ട് വിട്ടു. അംബേദ്കർ ഷെയ്ഖ് അബ്ദുള്ളയോട് പറഞ്ഞത്, ഞാൻ നിയമമന്ത്രിയാണ്, എനിക്ക് എൻ്റെ രാജ്യത്തെ ചതിക്കുവാൻ സാധ്യമല്ല. ഇങ്ങനെ പറഞ്ഞ അദ്ദേഹം ഈ പഠിപ്പിക്കാൻ വന്ന ഷെയ്ഖ് അബ്ദുള്ളയെ പറഞ്ഞു വിട്ടു. ഷെയ്ഖ് അബ്ദുള്ളയുടെ ശ്രമം വിഫലമായതോടെ അന്ന് യൂറോപ്പിലായിരുന്ന നെഹ്റു പട്ടേലിനെ ഫോൺ ചെയ്ത് എങ്ങനെയെങ്കിലും ആർട്ടിക്കിൾ 370 പാസ്സാക്കി എടുക്കുവാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. പക്ഷെ പട്ടേലും അതിന് വഴങ്ങിയില്ല. ഈ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ധാരാളം എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും നെഹ്റുവിനുണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ് ഈ കാശ്മീർ വിഷയം കൈകാര്യം ചെയ്തിരുന്നത് നെഹ്റു ആയിരുന്നു. അതുകൊണ്ട് തന്നെ കാശ്മീരിന് വേണ്ടി നെഹ്റു മുന്നോട്ട് വെച്ച ആർട്ടിക്കിൾ 370 ഭരണഘടനയിൽ ഉൾപ്പെടുത്തേണ്ടിയും വന്നു. എന്നിരുന്നാലും അംബേദ്കർ ആർട്ടിക്കിൾ 370 ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഒരു താൽക്കാലിക സംവിധാനമായിട്ടാണ്. നിർഭാഗ്യവശാൽ ആർട്ടിക്കിൾ 370 72 കൊല്ലക്കാലം കാശ്മീരിനെ എല്ലാ അർത്ഥത്തിലും നശിപ്പിച്ചു. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് 47 ഓഗസ്റ്റ് 15-നാണെങ്കിലും കാശ്മീരികൾക്ക് അത് ലഭിച്ചത് 2019 ഓഗസ്റ്റ് 6-നാണ്, നരേന്ദ്രമോദി ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞപ്പോൾ. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരും ആർട്ടിക്കിൾ 370 അടക്കം സകല മണ്ടത്തരങ്ങളും കാശ്മീരിൽ ചെയ്തു വെച്ചിട്ട് ഇതിന്റെ എല്ലാം ഉത്തരവാദി പട്ടേലാണെന്ന് നെഹ്റു ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. അതും പട്ടേലിന്റെ മരണത്തിന് ശേഷം 1952-ൽ.
മറ്റൊരു നെഹ്റുവിയൻ ബ്ലണ്ടറുമായി അടുത്തയാഴ്ച കാണുന്നതിനും വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.